ബി.ജെ.പിയുടെ പല സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരും അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങൾ നിസ്സാരമൊന്നുമല്ല. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിനനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയത് തന്നെയാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിനുള്ള കാരണം. അധികാരവും പണവും ഒരുമിച്ച് വന്നു ചേർന്നപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ സംഘടനാ പ്രവർത്തനം മറന്നുപോയിട്ടുണ്ടാവണം. നമസ്കാരം. സത്യം പറഞ്ഞാൽ ഈ കേരളത്തിലെ ബി.ജെ.പിക്കകത്ത് ഇപ്പോൾ തമ്മിലടി കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടവും വരാറുണ്ട്, ചില സമയത്ത് ചിരിയും വരാറുണ്ട്. കാരണം ഇപ്പോൾ സംസ്ഥാന തലത്തിലും അതോടൊപ്പം തന്നെ കേന്ദ്ര തലത്തിലും ഒക്കെ ഇരിക്കുന്ന നേതാക്കന്മാർക്ക് ബി.ജെ.പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ കേരള സംസ്ഥാനത്തും ഇങ്ങനെ ആയതിൻ്റെ യാതൊരുവിധ അവകാശങ്ങളും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. നരേന്ദ്രമോദി, പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അയോധ്യ രഥയാത്രയിലൊക്കെ പങ്കെടുത്തു എന്നുള്ളത് ഒരു വാസ്തവമാണ്. എങ്കിൽ തന്നെയും കേരള സംസ്ഥാനത്ത് 1980 ഏപ്രിൽ 6-ാം തീയതിയാണ് ബി.ജെ.പിയുടെ ആദ്യ യൂണിറ്റ് വരുന്നത്. ആ സമയത്ത് ഒ രാജഗോപാലായിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഒ രാജഗോപാൽ അതിനുശേഷം നേമത്ത് നിന്ന് നിയമസഭയിലെത്തുകയും പിന്നീട് രാജ്യസഭയിലെത്തി അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മലയാളികൾക്കെല്ലാം അഭിമാനകരമായ ഒരു കാഴ്ചയാണ്. അതിനുശേഷം പിന്നീട് കെ.ജി. മാരാർ. ആ കെ.ജി. മാരാറാണ് ശരിക്കും പറഞ്ഞാൽ ബി.ജെ.പിക്ക് കേരളത്തിൽ ഒരു തനതായ അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തത് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതിനുശേഷം രാമൻ പിള്ള, അതേ തുടർന്ന് പിന്നീട് ശ്രീധരൻ മാസ്റ്റർ, അതിനുശേഷം C.K. പത്മനാഭൻ, അതിനുശേഷം P. ശ്രീധരൻ പിള്ള, അതിനുശേഷം P.K. കൃഷ്ണദാസ്, അതിനുശേഷം V. മുരളീധരൻ, അതിനുശേഷം കുമ്മനം രാജശേഖരൻ, ഇതാ ഇപ്പോൾ K. സുരേന്ദ്രൻ ആണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒ രാജഗോപാൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഉണ്ടാവുന്ന സാഹചര്യത്തിലൊക്കെ ബി.ജെ.പി എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ ചുരുക്കം ചില ആളുകളിൽ മാത്രമാണ് ഒതുങ്ങി നിന്നിരുന്നത്. കാരണം നമ്മുടെയൊക്കെ നാട്ടിൻ പ്രദേശങ്ങളിൽ തന്നെ നമുക്കറിയാം, ഏതെങ്കിലും ഒരാൾ മാത്രം, ഒരു പഞ്ചായത്തിൽ ഒരു ബി.ജെ.പിക്കാരൻ മാത്രം ഉണ്ടായിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ അന്നും ഈ ബി.ജെ.പി പ്രവർത്തകരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഒരാളെ ഉള്ളുവെങ്കിലും ആ ഒരു കൊടിയുമായിട്ട് അവർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന, ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും അവർ കവലകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അവർ തനിച്ചു മതി, ഒരാൾ മതി, ആ ഒരു കൊടിയുമായിട്ട് അവർ കവലകളിലൊക്കെ ഇറങ്ങുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം 1989 VP സിംഗ് സർക്കാർ അധികാരത്തിൽ വരുന്നു. അന്ന് VP സിംഗ് സർക്കാരിന് പിന്തുണ നൽകിയത് ഈ ബി.ജെ.പിയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് VP സിംഗ് സർക്കാർ അധികാരത്തിൽ വന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നീട് 1991 ബാബറി മസ്ജിദ് പൊളിച്ചതോടുകൂടിയാണ് ബി.ജെ.പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വളരെ ശക്തമായിട്ട് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും വേരുറപ്പിച്ചത്. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെ വാജ്പേയി ഗവൺമെൻറ്, ഇപ്പോൾ ആദ്യത്തെ 13 ദിവസത്തെ വാജ്പേയി ഗവൺമെൻറ് നമുക്കെല്ലാവർക്കും ഓർമ്മയിലുള്ളതാണ്. അതിനുശേഷം പിന്നീട് 13 മാസമായി. അതിനുശേഷം പിന്നീട് ഒരു 4 വർഷക്കാലം AB വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഈ സമയത്ത് ഇന്ത്യയിൽ ഒട്ടാകെ വിവിധ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുന്നതിനൊക്കെ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സമയങ്ങളിലൊക്കെ ഈ അധികാരം കയ്യിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ബി.ജെ.പിയുടെ പല സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരും അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങൾ നിസ്സാരമൊന്നുമല്ല. ഇന്നത്തെ ബി.ജെ.പിക്കാരെ സംബന്ധിച്ചിട്ട്, ഇന്നത്തെ ബി.ജെ.പി പ്രവർത്തകരെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ അടുത്ത, അതായത് ജനിച്ചപ്പോൾ മുതൽ ബി.ജെ.പി പ്രവർത്തകരായിട്ട് ബി.ജെ.പിക്ക് വേണ്ടിയിട്ട് വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഇന്നലെ രാത്രി ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ വളരെ വിഷമം തോന്നിപ്പോയി. കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെയൊക്കെ കുറേ ഒരു ആയുസ് മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ സാധിച്ചിട്ടില്ല. ഈ പറയുന്ന ഇപ്പോൾ പാർട്ടി സംവിധാനങ്ങളൊക്കെ ശക്തമായി എല്ലാ നിയോജക മണ്ഡലം കമ്മിറ്റി തലങ്ങളിലുമൊക്കെ ഇവർക്ക് പാർട്ടി ഓഫീസുകൾ, വളരെ മനോഹരമായ പാർട്ടി ഓഫീസുകൾ വരുന്നു. ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ വളരെ മനോഹരമായിട്ട് വരുന്നു. സംസ്ഥാന കമ്മിറ്റി ഓഫീസുകൾ വളരെ മനോഹരമായ രീതിയിൽ വരുന്നു. പക്ഷേ ഈ പാർട്ടി അധികാരത്തിലെത്തിയതിൻ്റെ യാതൊരുവിധ ഗുണഫലങ്ങളും അനുഭവിക്കാതെ താഴെത്തട്ടിൽ കിടക്കുന്ന ഒരുപാട് ബി.ജെ.പി നേതാക്കന്മാർ കേരളത്തിലുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ കാണുന്ന ബി.ജെ.പി എന്ന് പറയുന്ന പാർട്ടി. ഈ മറ്റു പല സംസ്ഥാനങ്ങളിലും സമാനമായ അവസ്ഥയാണുള്ളത്. ബി.ജെ.പി ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ചു വന്നതൊന്നുമല്ല. അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ കൊണ്ടും അടിത്തട്ടിലെ പ്രവർത്തകരുടെ ആവേശം കൊണ്ടും അതിലൊക്കെ എത്രത്തോളം വർഗീയതയുണ്ടായിരുന്നു, അല്ലെങ്കിൽ മതത്തെ എത്രത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളത് മറ്റൊരു വശമാണ്. പക്ഷേ എങ്കിലും കുറേയധികം ആളുകളുടെ പ്രവർത്തനത്തിൻ്റെ, അവരുടെ ഹാർഡ് വർക്കിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് കാണുന്ന ബി.ജെ.പി എന്ന് പറയുന്നത്. ആ ബി.ജെ.പിയെ ചില ആളുകൾ സംസ്ഥാന നേതൃത്വത്തിലിരുന്നു കൊണ്ടും ദേശീയ നേതൃത്വത്തിലിരുന്നു കൊണ്ടും ഹൈജാക്ക് ചെയ്യുന്നത് കാണുമ്പോൾ
സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ വേദനിക്കുക സ്വാഭാവികമാണ്. ആ ഒരു വേദന താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് കൊടുക്കാതിരിക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലെയും ദേശീയ തലത്തിലെയും BJP നേതാക്കന്മാർക്ക് ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഈ KS സുരേന്ദ്രനൊക്കെ ഒരു സുപ്രഭാതത്തിൽ വന്ന ആളാണ് എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം അദ്ദേഹം യുവമോർച്ചയിലൂടെയൊക്കെ കേരളത്തിൽ ഒരു ഒട്ടനവധി സമര പരിപാടികളൊക്കെ ആവിഷ്കരിച്ച് ഒരുപാട് ആരാധകരെയൊക്കെ സമ്പാദിച്ച് മുമ്പോട്ട് വന്ന നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ചില നിലപാടുകളും കാര്യങ്ങളും ഒക്കെ ഒരുപക്ഷെ അധികാരവും പണവും ഒരുമിച്ച് വന്നു ചേർന്നപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ സംഘടനാ പ്രവർത്തനം മറന്നുപോയിട്ടുണ്ടാവണം എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഏതൊക്കെയായാലും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പാലക്കാട്ടെ സംഭവം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. പാലക്കാട്ടെ മുനിസിപ്പൽ കൗൺസിലർമാരും അവരുടെയുള്ള പ്രവർത്തകരും പറഞ്ഞിരുന്ന അഭിപ്രായത്തെ ഗൗനിക്കാതെ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിനനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയത് തന്നെയാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിനുള്ള കാരണമെന്ന് BJP നേതൃത്വം ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ താഴെത്തട്ടിലുള്ള BJP പ്രവർത്തകരുടെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കാതിരുന്നാൽ മറ്റു പാർട്ടികൾക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത് പോലെ മറ്റു പാർട്ടികളൊക്കെ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളതാണ്. പക്ഷേ BJP അധികാരത്തിലെത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. നിങ്ങളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വിയർപ്പും അധ്വാനവും ഒക്കെ തന്നെയാണ് നിങ്ങളെ നേതാക്കന്മാരാക്കി ഇരുത്തിയിരിക്കുന്നത്. അവരുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾ എന്തൊക്കെയോ വലിയൊരു സംഭവമാണ് എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എത്തിച്ചേരും. അത് ഈ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്തിട്ടുള്ള ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പ്രവർത്തകരിൽ നിരാശയുണ്ടാക്കും എന്നൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.